കഴിഞ്ഞ ദിവസം രാമന്തളിയിലുണ്ടായ കൂട്ടാത്മഹത്യ കൊലപാതക സംഭവത്തോടനുബന്ധിച്ച് ചില പോസ്റ്റുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ളതാണ്. ഒരു ക്രൈം ത്രില്ലർ കാണുന്ന ത്രില്ലറോടുകൂടിയാണ് ചിലരൊക്കെ ആ ഒരു വിഷയത്തെ സമീപിക്കുന്നതായിട്ട് കാണുന്നത്. കുഞ്ഞുങ്ങൾ അമ്മയെ കളഞ്ഞിട്ട് അച്ഛനോടുകൂടി പോകാനുണ്ടായ കാരണം ഞെട്ടിക്കുന്നത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയൊരു വലിയ രാക്ഷസിയാണ് ആ പെണ്ണെന്ന് തോന്നുന്ന രീതിയിലൊക്കെയുള്ള രീതിയിലാണ് അതിനെ സംസാരിക്കുന്നത്. അപ്പം ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പരമാവധി സ്ത്രീവിരുദ്ധമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു വെമ്പൽ സമൂഹത്തിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടികളെ ഇദ്ദേഹം കൊന്നത് ഇദ്ദേഹത്തിന് കൊല്ലയുടെ കാര്യം ഉണ്ടായിട്ട് കൊന്നതല്ല. ഇദ്ദേഹത്തിന് ഒന്നിൽ എന്തെങ്കിലും വൈകല്യമുള്ള മനുഷ്യനായിരിക്കണം, അതല്ലെന്ന് വരിയിൽ അവളോടുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്തതായിരിക്കണം, അതുമല്ലെന്ന് വരിയിൽ പിന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് മറ്റൊരാളും അനുഭവിക്കേണ്ട എന്നുള്ള കുശുമ്പ് കൊണ്ട് സംഭവിച്ചതായിരിക്കണം. ഇവിടെ ഒരുപാട് പേരും ആ പെണ്ണിനെ അവൾ ഭർത്താവിൻ്റെ അച്ഛനെതിരെ പോക്സോ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്നത് കാണാം. ആ അധിക്ഷേപിക്കുന്നതിന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ സംഭവത്തിനകത്ത് എന്തൊക്കെയോ സംതിങ് ഉണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ വിവാഹശേഷം തുടക്കം മുതൽ തന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിക്കുകയായിരുന്നെന്നും അതിനുശേഷം ഈ കുട്ടിയോട് ആ വീട്ടിൽ അത്ര നല്ല സല്യൂട്ടേഷനൊന്നും ആയിരുന്നില്ലെന്നുള്ളതുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് മൂത്ത കുട്ടി ആയതിനു ശേഷം കുറേ നാൾ ഈ ഇളയ കുട്ടി ആകുന്നതിന് മുമ്പായിട്ട് പിന്നെ കുറച്ച് നാൾ ഇവർ പിണങ്ങി രണ്ടായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അച്ഛൻ്റെ വീട്ടിലെ അച്ഛൻ്റെ ഒപ്പമാണ് കിടന്നുറങ്ങുകയും ആ കാലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് സൂചന വരുന്നുണ്ട്. അപ്പം ഈ പിണങ്ങി നിൽക്കുന്ന സമയത്ത് കലാധരൻ്റെ അമ്മ ഇവളുമായിട്ട് സംസാരിച്ച് അവരൊരു തീരുമാനത്തിലെത്തി വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഈ തിരിച്ചു വരുന്ന സമയത്ത് ഈ കലാധരൻ്റെ അമ്മയായിരുന്നു ഈ കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഈ കുട്ടിയെ പിന്നെ ഇവൾ കുളിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതായത് കലാധരൻ്റെ അനിയൻ്റെ ഭാര്യയുടെ പ്രസവ സമയത്തോ മറ്റോ അവിടുന്ന് കലാധരൻ്റെ അമ്മ പോകുന്നുണ്ട്. അപ്പം കുട്ടിയെ ഇവൾ കുളിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അന്ന് ഇവർ കണ്ട എന്തോ ഒരു വിഷയത്തിൻ്റെ സാഹചര്യത്തിൽ അവർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി കാണിക്കുകയും അവിടെ നിന്ന് ഹോസ്പിറ്റലുകാർ ഇവിടെ അല്ല ഇത് നോക്കേണ്ടതെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിടുകയും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നെയാണ് പോലീസിനെ വിളിച്ചിട്ടുള്ളതെന്നും ഒക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കുറ്റപത്രം ആയെന്നും ആ കുറ്റപത്രത്തിൻ്റെ വരുന്നതിൻ്റെ പിറ്റേ ദിവസമോ മറ്റുമാണ് ആത്മഹത്യ ചെയ്തെന്നൊക്കെയുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് നമ്മൾ 100% പോയി കണ്ടിട്ടുള്ള കാര്യമല്ല, എങ്കിലും വിശ്വസനീയമായ രീതിയിലുള്ള ആളിൽ നിന്നും ആധികാരികമായിട്ടുള്ള അറിവിൽ നിന്നുമാണ് ഞാനിത് പറയുന്നത്. അതിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്നോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് പറയാനാണെങ്കിൽ ഈ സമൂഹത്തിൽ ഈ ഒരു ക്രൈം ത്രില്ലർ കാണുന്ന രീതിയിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് പൊലിപ്പിച്ചു കൊണ്ടുവരുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയും നിങ്ങളെ ഇതോടൊപ്പം കാണിച്ചു തരാം. പിന്നെ പറയാനാണെങ്കിൽ ഈ കുട്ടികൾ അമ്മമാരോട് ഒപ്പം നിൽക്കാതെ അച്ഛൻ്റെ അടുക്ക നിൽക്കുന്നതിന് വലിയൊരു മഹത്വവൽക്കരണമായിട്ട് അച്ഛന്മാരുടെ വലിയ നൽപ്പും അമ്മമാരുടെ വലിയ മോശവും ആണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു പൊലിപ്പിക്കൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഉള്ള വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു പ്രാകൃത യുക്തിയിൽ ചിന്തിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേരാറുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ വിവേചന ബുദ്ധി ഇല്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ അവർക്ക് ആരോട് എന്തെങ്കിലും ഒരു നല്ല കളിപ്പാട്ടം ഒരാൾ വെച്ച് നീട്ടി കഴിയുമ്പോൾ അവരവരുടെ അടുക്ക ചെന്നിട്ട് ആരോടാ മോനെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് മേടിച്ചു കൊടുത്ത അങ്കിളിനോടാന്ന് പറയും.
അങ്ങനത്തെ തിരിച്ചറിവ് മാത്രമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. ആരാണോ അവർക്ക് ആഹാരം കൊടുക്കുന്നത്, അവരെ എപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ പിന്നെ അവരോടൊത്ത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ചിലവിടുന്നത്, അവരോടൊരു താല്പര്യം വരുന്നത് സ്വാഭാവികമാണ്. ഇവരുടെ ആ ഇടർച്ചയുള്ള ജീവിതത്തിനിടയ്ക്ക് വെച്ച് ധാരാളം നാളുകളിൽ ഈ കുട്ടികൾക്കല്ല, മൂത്ത കുട്ടിക്ക് അമ്മയെ വിട്ടിട്ട് നിൽക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. നാച്ചുറലായിട്ടും ഇപ്പോൾ കുട്ടിക്ക് സൗകര്യങ്ങളൊക്കെയുള്ള വീടാണ് കലാധരൻ്റേതെന്നുള്ളത് കൊണ്ടും അവിടെ ആ ജീവിതാന്തരീക്ഷത്തിൽ ജീവിച്ച കുട്ടി എന്നുള്ളത് കൊണ്ടും ആ പരിസരത്തുള്ള ആൾക്കാരുമായിട്ടാണ് പരിചയവും സ്നേഹവും വന്നിട്ടുള്ളതെന്നുള്ളത് കൊണ്ടുമൊക്കെ കുട്ടി നാച്ചുറലായിട്ടും അവിടെ സെലക്ട് ചെയ്യുന്നതിനെ അമ്മയുടെ വലിയൊരു അപരാധമായി കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹം വിധി എഴുതുന്നത് വളരെ വേദനാജനകമായ സംഗതിയാണ്. ഇത്തരത്തിൽ ഒരു സൂക്ഷ്മമായ ബോധ്യങ്ങളില്ലാത്ത സൂക്ഷ്മമായ ഒരു നിരീക്ഷണത്തോടു കൂടിയല്ലാതെ വെറും ഒരു പഴഞ്ചൻ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും അവലോകനം ചെയ്യുന്നതും ഇതും ഒക്കെ. ഇവിടെ എന്തൊക്കെയോ സ്ഥാപിക്കാനുള്ള ഒരു വെമ്പൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വെമ്പൽ എത്രമാത്രം സത്യസന്ധമാണെന്നും അത് എത്രമാത്രം നീതിയുക്തമാണെന്നും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു കാലം കൂടിയാണ് ഇപ്പോൾ സമാഗതമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ പാഞ്ഞു പിടിച്ച് ആ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. അയാൾക്ക് വീട്ടിൽ കയറാൻ അനുമതിയില്ല. പോലീസ് കർശനമായിട്ട് അയാളെ വിലക്കിയിരിക്കുകയാണ്. പക്ഷേ ആ വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഓടിക്കേറി ആ വാതിൽ പലവട്ടം തട്ടി ഉറക്ക നിലവിളിച്ചു. വാതിൽ തുറക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ മനസ്സ് ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. എന്തോ ആ വീട്ടിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. ആരും തുറക്കുന്നില്ല. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ മറ്റൊരു കാഴ്ച കാണുന്നത്. ആ സിറ്റൗട്ടിൻ്റെ ഒരു മൂലയിൽ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു. ആ കത്ത് അയാൾ വായിച്ചതും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അമ്മാതിരി കാഴ്ചകളാണ്, അല്ലെങ്കിൽ അമ്മാതിരി വാർത്തകളാണ് ആ കത്തിലുടനീളം അയാൾക്ക് വായിക്കാൻ പറ്റിയത്. എന്തായിരിക്കും ആ കത്തിലുള്ളത്? എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നടുങ്ങി വിറച്ചു? കണ്ണൂർ രാമന്തളിയിൽ നടന്ന ആ സംഭവത്തിന്റെ യഥാർത്ഥ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തായിരിക്കും കാരണം, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം അതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമല്ലോ, ആ ദിലീപിൻ്റെ മകൾ ജീവിച്ചത് മുഴുവൻ ദിലീപിനോടൊപ്പമാണ്. അമ്മ അപ്പുറത്ത് മഞ്ജു വാര്യർ നല്ല ഒറ്റത്തടിയായിട്ട് വേറെ ബാധ്യത ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ ഇവിടെ കാവ്യ മാധവനെ കെട്ടി ദിലീപ് നിൽക്കുമ്പോൾ ആ കുട്ടി ആവശ്യപ്പെട്ടത് എനിക്ക് അച്ഛനോടൊപ്പം താമസിക്കണം, ജീവിക്കണം, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് മഞ്ജുവിനോടൊപ്പം പോയില്ല? ഇനി മനോജ് കെജയൻ്റെയും ഉർവശിയുടെയും കഥ മറ്റൊന്നാണ്. കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആരോടൊപ്പമാണ് ജീവിച്ചിരിക്കുന്നത്? അച്ഛനോടൊപ്പം. അതായത് മനോജ് കെജയനോടൊപ്പമാണ് ആ പെൺകുട്ടി നല്ല പ്രായം അത്രയും ജീവിച്ചത്. ഇപ്പോൾ അമ്മയോടൊപ്പമൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആ കുട്ടി തിരഞ്ഞെടുത്തത് എനിക്ക് അച്ഛനോടൊപ്പം താമസിക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, ഉർവശി അവിടെ മിടുക്കിയായിട്ട് ഒറ്റത്തടിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അമ്മയോടൊപ്പം പോയില്ല. ഈ രണ്ട് ബന്ധങ്ങളെ നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് കുട്ടികളും അച്ഛനോടൊപ്പമാണ് താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ആ കുട്ടികൾക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കെയറിങ്ങും ശ്രദ്ധയും പരിഗണനയും എവിടെ കിട്ടുന്നുണ്ട്? അച്ഛനോടൊപ്പം കിട്ടുന്നുണ്ട്. അതായത് ദിലീപിൽ നിന്നും മനോജ് കെജയിൽ നിന്നും ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അമ്മയെ വേണ്ട, അച്ഛനെ മാത്രം മതി. അങ്ങനെ സന്തോഷകരമായിട്ട് അവർ വലിയ കുട്ടികളായി. ഇപ്പം ദിലീപിൻ്റെ മകൾ ഏതോ ജോലിയിലൊക്കെ പ്രവേശിച്ചു, ഇവിടെ ആ കുട്ടി സിനിമയിലൊക്കെ പ്രവേശിച്ചു, മനോജ് കെജൻ്റെ മകളൊക്കെ. എന്തായാലും അതങ്ങനെ മുന്നോട്ട് പോകട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ കലാധരൻ്റെ മക്കളും. കലാധരൻ്റെ മക്കൾ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. 5 വയസ്സുള്ള ഹിമയും 2 വയസ്സുള്ള കണ്ണനും. അറിയാലോ, കുഞ്ഞു പ്രായമാണ്. അച്ഛൻ്റെ സ്നേഹം എന്താണ്, അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത ഈ കുഞ്ഞു പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ്, ഞങ്ങൾക്ക് അച്ഛനെ മതി, അച്ഛൻ മാത്രം മതി, ഞങ്ങളുടെ എല്ലാം കലാധരൻ എന്ന് പറയുന്ന ആളാണെന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണ്. ഇവിടെ കലാധരൻ എന്ന് പറയുന്ന അച്ഛനെ നമ്മൾ അടുത്തറിയണം. അയാൾക്ക് വേറെ ദുശീലങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, മിടുക്കനായിട്ടുള്ള ഒരു പാചകക്കാരനാണ്. അയാളുടെ കൈപ്പുണ്യം അറിയാത്ത ഒരാൾ പോലും ആ രാമന്താളി നാട്ടിലില്ല. അത്രയ്ക്കും വിദഗ്ധനാണ് പാചകകലയിൽ. പക്ഷെ എന്ത് ചെയ്യാനാ, കുടുംബജീവിതം അദ്ദേഹത്തിന് വിധിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് ഭാര്യയുമായിട്ട് അകന്ന് താമസിക്കുകയാണ് ഈ കലാധരൻ. പല പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ കലാധരൻ്റെ ഭാര്യയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഭാര്യയെ വേണ്ട എന്നുള്ള നിലപാടിലാണിപ്പോൾ നമ്മുടെ കലാധരൻ എടുത്തിരിക്കുന്നത്. കലാധരൻ്റെയും അയാളുടെ ഭാര്യയുടെയും ജീവിതത്തിൽ പല പല കാരണങ്ങളുണ്ടാവും, അല്ലേ? നമ്മളത് ചെയ്യുന്നില്ല. പക്ഷേ ഈ കുട്ടികളുടെ കാര്യം നമ്മൾ എടുത്തേ പറ്റൂ. കുട്ടികൾക്ക് എന്തായിരിക്കാം ആ അമ്മയോടൊപ്പം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം?
അതിന് പല പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആദ്യമൊക്കെ കലാധരൻ്റെ ഭാര്യയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള ദേഹോപദ്രവമൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല മാനസികമായിട്ടുള്ള പീഡനങ്ങളും. ഈ കുഞ്ഞുങ്ങളുടെ കൈയെടുത്ത് പിന്നെ കഥയിൻ്റെ കീഴത്ത് കൊണ്ടുവെക്കുക, അത് ചതയ്ക്കുക, പലപ്പോഴും ചെറിയ കുറ്റത്തിന് പോലും അമ്മയെ അടിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമാണ് അല്ലേ. ഇവിടെയാണെങ്കിലോ സ്നേഹസമ്പന്നയുടെ കലാധരത ഈ കൈവെള്ളം കൊണ്ടു നടക്കുകയാണ്. ആ വീട്ടിലാണെങ്കിൽ കലാധരൻ്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനുണ്ട്, അമ്മ ഉഷയുണ്ട്. അവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുകയാണ് അല്ലേ. സ്നേഹം കിട്ടുന്നിടത്തല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സ് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവർ മാത്രം മതി. ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, കലാധരന് അച്ഛൻ ഉണ്ണികൃഷ്ണൻ, ഉഷ, പിന്നെ ഈ കലാധരൻ്റെ അനിയനുണ്ട്, അദ്ദേഹം ഗൾഫിലാണ്. നമുക്ക് ഈ വീട്ടിലേക്ക് മാത്രം വരാം. എന്തായാലും കുഞ്ഞുങ്ങൾ അവിടെ സുരക്ഷിതരാണ്, പൊന്നുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം തലക്കടി കിട്ടിയതുപോലെ വിധി വരികയാണ്. കോടതി വിധി. കലാധരൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ഉണ്ണികൃഷ്ണൻ, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മുത്തശ്ശൻ, അയാൾ ഈ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുകയാണ്. ഈ കലാധരൻ്റെ ഭാര്യ കൊണ്ടൊരു കേസ് കൊടുത്ത് അതിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത്. പോക്സോ കേസിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പെടുത്തിയിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, ശാരീരികം കൊണ്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് കേസ് വന്നിരിക്കുന്നത്. പാവപ്പെട്ട ഉണ്ണികൃഷ്ണൻ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും കോടതി വിധി അനുസരിച്ച് ആ പഞ്ചായത്തിൽ പോലും, വീട്ടിൽ മാത്രമല്ല കേട്ടോ, ആ പഞ്ചായത്തിൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഈ വയസ്സാം കാലത്ത് ഒരുപാട് ദൂരെയുള്ള വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഉണ്ണികൃഷ്ണൻ അവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ കലാധരനും അമ്മ ഉഷയും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ. വല്ലാത്ത പണിയായിപ്പോയി. ആ മുത്തശ്ശൻ എന്ത് ചെയ്യാൻ പറ്റും? ദൂരെ നിന്നുകൊണ്ട് ഫോണിൽ പോലും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം, അത്രയ്ക്കും വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊടുത്താരാണ് പരാതി കൊടുത്തിരിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അത് കോടതി മുഖവിലക്കെടുത്തു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഇടിവെട്ട് നമ്മുടെ കലാധരന് തലയ്ക്ക് കിട്ടുകയാണ്. മറ്റൊരു വിധി കൂടി വന്നിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വിധി. അത് 8ന്റെ വിധിയായിപ്പോയി. കാരണം ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നത് കലാധരനൊപ്പമാണ്. പക്ഷേ അമ്മ കൊണ്ട് കേസ് കൊടുത്തു, കലാധരൻ്റെ ഭാര്യ കൊണ്ടൊരു കേസ് കൊടുത്തു, കുഞ്ഞുങ്ങളെ തനിക്ക് വേണം. വല്ലാത്തൊരു വിധിയായിപ്പോയി. ഇപ്പം എന്താ വിധി വന്നതെന്ന് അറിയാമോ? 5 ദിവസം അമ്മയോടൊപ്പം, വെറും 2 ദിവസം, അതായത് ശനിയും ഞായറും അച്ഛനോടൊപ്പം. അത് കാണാൻ മാത്രമുള്ള സാഹചര്യമുള്ളൂ, താമസിക്കാൻ പോലും പറഞ്ഞിട്ടില്ല. എങ്കിലും താമസിപ്പിക്കാൻ വേണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ അവകാശം ആരുടെ കയ്യിലാണ്? അമ്മയുടെ കയ്യിലാണ്. കലാധരൻ എന്ന് പറയുന്ന പാവപ്പെട്ട 38 വയസ്സുകാരൻ തകർന്ന തരിപ്പണം അല്ലേ. അത്രത്തോളം കൊഞ്ചിച്ച കുഞ്ഞുങ്ങൾ ഇനി തന്നോടൊപ്പം ഇല്ല. പൂർണ്ണ സമയവും അമ്മയോടൊപ്പമാണെന്നുള്ള ആ വിധി ഈ കലാധരൻ ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. എന്തായാലും ചില വിധികൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഒന്ന് ആലോചിക്കും, ഈ ദിലീപിൻ്റെ വിധി വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്നൊക്കെ ആയിരിക്കും ഓരോ മലയാളി ആഗ്രഹിച്ചത്. പക്ഷെ വെറുതെ വിട്ടു എന്നുള്ള വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പലർക്കും പറ്റി കാണത്തില്ല. അതാണ് കോടതിയുടെ നിയമം അല്ലേ. അവിടെ മനുഷ്യത്വം ഇല്ല, തെളിവുകളും അല്ലെങ്കിൽ ആ ആളെ ആശ്രയിച്ചിരിക്കുന്ന വിധിയാണ് വരുന്നത്. എന്തായാലും മനുഷ്യത്വത്തിന് കോടതിയിൽ സ്ഥാനമില്ല, തെളിവുകൾ മാത്രമാണ് സ്ഥാനമുള്ളത്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 2 വയസ്സുള്ളതും 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ അമ്മയ്ക്ക് മാത്രമേ ഈ പ്രായത്തിൽ പറ്റൂ. അതുകൊണ്ടാണ് കോടതി വിധി അങ്ങനെ വന്നിരിക്കുന്നത്. അച്ഛൻ വെറും ഒരു നോട്ടക്കാരൻ മാത്രമാണ്. ആ കുഞ്ഞുങ്ങളെ അമ്മയിലേക്ക് വിടുകയാണ്. അതിനുശേഷം നമ്മുടെ കലാധരന് ഊണുമില്ല, ഉറക്കവുമില്ല, പാചകത്തിൽ പോലും അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അയാൾ ഒരു നിശബ്ദമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്തേ പറ്റും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അച്ഛൻ്റെ കാല് പിടിച്ച് കരയുകയാണ്. അച്ഛൻ ഞങ്ങളെ വിട്ടുകൊടുക്കില്ല, അച്ഛൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരയുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? വിധിയാണ്. പോലീസ് നാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ആ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ കലാധരന് പറ്റുന്നില്ല. അയാൾക്കന്ന് ഒരു പാചക ജോലിയുണ്ട്. പാചകത്തിൽ ശ്രദ്ധിക്കുവാണ്. ഒരു ക്ഷേത്രത്തിൽ ഉത്സവം ബന്ധപ്പെട്ട് പാചകത്തിൽ ശ്രദ്ധിക്കുവാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അയാൾ അവസാനത്തെ പാചകം ചെയ്യുകയാണ്. ഇനി തനിക്കൊരു പാചക ജോലിയില്ല, ഇത് അവസാനത്തെ തൻ്റെ ജോലിയാണ്. ആ നിമിഷം അയാളുടെ തീരുമാനം എടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ തന്നോടൊപ്പം വേണം, തൻ്റെ മാത്രമായിട്ട് വേണം. അന്നത്തെ പാചകം ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നു. നേരെ അയാൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ കുഞ്ഞുങ്ങളെ അയാൾ അവസാനമായിട്ട് കെട്ടിപ്പുണർന്നു. മകൾക്കും മകനും ഒക്കെ ആവശ്യം പോലെ ഉമ്മ കൊടുത്തു. അമ്മയോടും പറഞ്ഞു, അമ്മ നമ്മൾ യാത്ര പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും കാര്യങ്ങൾ ധരിപ്പിച്ചു. അമ്മ ഉഷയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പിന്നെന്താ ചെയ്യുന്ന അറിയുമ്പോൾ ആ പാവ അച്ഛൻ, അതായത് കലാധരൻ, ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിൽ വിഷം കൊടുക്കുകയാണ്. 2 കുഞ്ഞുങ്ങളും അച്ഛൻ സ്നേഹത്തോടെ തന്ന ആഹാരം വാരി വാരി കഴിക്കുകയാണ്. പക്ഷേ ഇനി അധികം നിമിഷം ഈ ഭൂമിയിലില്ല എന്നുള്ള സത്യം ആ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. ആഹാരം കഴിച്ച് കുഞ്ഞുങ്ങൾ ആ കട്ടിലേക്ക് കിടക്കാൻ പോയി. പിന്നെ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ ഉണർന്നിട്ടേ ഇല്ല. അതിനുശേഷം ഈ അമ്മയും മകനും കൂടി ആ തീരുമാനമെടുത്തു. ഒരു മുഴം കയറിൽ ആ അമ്മയും മകനും ജീവിതം അവസാനിപ്പിച്ചു, മക്കളുടെ അടുത്തേക്ക് പോയി. ഇതേസമയം ആ കലാധരൻ്റെ ഭാര്യ എന്താ ചെയ്യുന്നറിയാമോ? ഇത്രയും സമയമായിട്ടും കുട്ടികൾ തങ്ങളുടെ അടുത്തേക്ക് വന്നില്ല, തൻ്റെ അടുത്തേക്ക് വന്നില്ല. കുട്ടികളെ അയാൾ വിട്ടുകൊടുക്കുന്നില്ല. ആ ധാരണയിൽ പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് പലവട്ടം ഈ കലാധരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. നിവൃത്തികെട്ട് ഈ പോലീസ് നേരെ ഉണ്ണികൃഷ്ണനെ വിളിക്കുകയാണ്.
ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എനിക്ക് അവിടെ കയറാൻ ഒക്കത്തില്ല, എനിക്ക് ഏതായാലും വാണി തന്നേക്കുന്നതല്ലേ. പോലീസ് പറയുകയാണ് നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിക്കണ്ട, മകൻ ഫോൺ എടുക്കുന്നില്ല, എന്തോ അവിടെ സംഭവിച്ചു, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുക എന്ന് ഉണ്ണികൃഷ്ണനോട് പറയുകയാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട അച്ഛൻ പാഞ്ഞു പറിച്ച് ആ വീട്ടിലെത്തുകയാണ്, വീട്ടിൽ അടഞ്ഞു കിടക്കുകയാണ്. ഇത്രയധികം ഈ ആഘോഷിക്കപ്പെട്ട ഈ ഒരു സ്ത്രീ വിരുദ്ധമായിട്ട് ആഘോഷിക്കപ്പെട്ട ഈ ഒരു വിഷയത്തെ പറ്റി വേറൊരു വിവരം കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കാം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വളരെ വേദനിക്കുന്നൊരു വാർത്ത കേട്ടു. ഒരു ഭാര്യയുടെ വ്യാജ പരാതിയും കള്ളക്കേസൊക്കെ കൊടുത്തിട്ട് സഹിക്കാൻ കഴിയാതെ ഒരു ഭർത്താവ്, കലാധരൻ എന്നുള്ള ഭർത്താവ്, 2 ചെറിയ മക്കളെ കൊന്ന് അമ്മയും അയാളും കൂടി ജീവനൊടുക്കിയെന്നൊരു വാർത്ത. കലാധരൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ അമ്മ, 2 ചെറിയ കുട്ടികൾ. അതിനൊരു കാരണം പറഞ്ഞത് ഈ കുട്ടികളുടെ പേര് വെച്ചിട്ട് ഇയാളുടെ ഭാര്യ കള്ളക്കേസ് കൊടുത്തു, ജീവിക്കാൻ സമ്മതിച്ചില്ല, പിന്നെ ഇയാൾ അച്ഛനെതിരെ വ്യാജ പോക്സോ എടുത്തു എന്നൊക്കെയായിരുന്നു അന്ന് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം, സത്യാവസ്ഥ എന്താണെന്നുള്ളത് സുൽഫത്ത് എന്ന പേരുള്ള ആക്ടിവിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു യുവതിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇവരെ വെളിപ്പെടുത്തലൊന്ന് കാണും. പയ്യന്നൂർ രാമന്തളിയിൽ ഒരച്ഛൻ തൻ്റെ പിഞ്ചു മക്കളെ വിഷം കൊടുത്ത് കൊന്ന് തൻ്റെ അമ്മയെയും കൂട്ടി ആത്മഹത്യ ചെയ്തു. സാധാരണ മക്കളുമായി അമ്മമാർ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേരളത്തിൽ നിന്ന് ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരച്ഛൻ തൻ്റെ മക്കളെ മാത്രമല്ല അമ്മയെയും കൂട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മക്കളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തായിരിക്കാം കാരണം? സോഷ്യൽ മീഡിയ, അതുപോലെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒക്കെ ആദ്യത്തെ ദിവസം തന്നെ ഉത്തരം കണ്ടെത്തി. അയാളുടെ ഭാര്യയുടെയും അമ്മയുടെയും നിരന്തര പീഡനം സഹിക്കാൻ കഴിയാതെ അയാൾ ആത്മഹത്യ ചെയ്തു. മക്കളെ തനിക്ക് കിട്ടാതെ തൻ്റെ ഭാര്യയോടൊപ്പം, അതായത് കുഞ്ഞുങ്ങളുടെ പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞുങ്ങളെ അവളുടെ അമ്മയ്ക്കൊപ്പം വിട്ടുകൊടുത്തുകൊണ്ടുള്ള കോടതി ഉത്തരവ് മക്കളെ സ്നേഹിക്കുന്ന ആ അച്ഛന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ മക്കളെ കൊലപ്പെടുത്തി. യാതൊരു സംശയവുമില്ല, ആളുകളുടെ വേദന വിറ്റ് കാശാക്കാൻ കാത്തിരിക്കുന്ന യൂട്യൂബർമാർക്കും അത് മനസ്സിലാക്കാം. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പോലീസിനോടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ അന്വേഷണമോ നടത്താതെ ഈ മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരുമായി അവരുടെ ചുറ്റുപ്രദേശത്തുള്ളവരിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് വിധി എഴുതി കഴിഞ്ഞു. അവളുടെ അമ്മയുടെയും അവളുടെയും നിരന്തര പീഡനം കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന്. ഈ പറയുന്നവരോട് ചോദിക്കാനുള്ളത്, നിരന്തരമായി പീഡനം നടത്താൻ ഈ പെൺകുട്ടി മാസങ്ങളായി അവളുടെ സ്വന്തം വീട്ടിലാണ്. മറ്റൊന്ന്, അവൾ കൊടുത്ത വ്യാജ പോക്സോ പരാതി. വ്യാജ പോക്സോ പരാതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ കോടതിയിൽ തങ്ങളുടെ ഗാർഹിക പീഡന പരാതികളിൽ അല്ലെങ്കിൽ വിവാഹമോചന കേസുകളിൽ അച്ഛനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു പുരുഷന്മാർക്കെതിരെ പോക്സോ കൊടുക്കുന്നത് സാധാരണമാണ്. എത്ര നിരുത്തരവാദപരമായ ഒരു വിധിയെഴുത്താണിത്. കുടുംബങ്ങളിൽ പോക്സോ നടക്കുന്നുണ്ട് എന്നുള്ളത്, കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എന്ന് പലതരം കണക്കുകൾ വന്നിട്ടുള്ള ഒരു കാലമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ സംഭവത്തിൽ അവൾ കുടുംബ കോടതിയിൽ തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി പോക്സോ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഭർത്താവിനും ഭർത്തൃമാതാവിനും പിതാവിനുമൊക്കെ എതിരെ അവൾ ഗാർഹിക പീഡന പരാതി കൊടുത്തിരുന്നു. അതിൽ അന്വേഷണം നടക്കുകയും ഇവരൊക്കെ ജാമ്യത്തിലാവുകയും ഏകദേശം ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിയുന്ന തരത്തിലുള്ള പരാതിയാണ് അവൾ സമർപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ആസൂത്രിതമായി, അന്നവൾക്ക് ഈ മരിച്ചുപോയ മകൾ മാത്രമേ ഉള്ളൂ, ആ മകളുടെയും അമ്മയെയും വീട്ടുകാരെ പോലും അറിയിക്കാതെ ഏതോ ഒരു ഉത്സവ സ്ഥലത്ത് വെച്ച് കണ്ട് പരസ്പരം സംസാരിച്ച് പരസ്പരം ധാരണയായി അവനോടൊപ്പം അവൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ വലിയ രാജകീയമായി ജീവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, അത്രയും സഹിക്കാൻ കഴിയാത്ത ഗാർഹിക പീഡനം. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം അവളെ കണ്ടിരുന്നു, ഈ ഭർത്താവിന്റെ അമ്മയുടെ ഭർത്തൃപിതാവിന്റെ ഒക്കെ മാനസിക പീഡനം മാത്രമല്ല ശാരീരിക പീഡനം പോലും അടി നിരന്തരമായി കൊണ്ടുകൊണ്ടാണ് അവൾ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആ വീട്ടിലെ ഈ പാചകക്കാരൻ എന്ന് പറയുന്ന ആളുടെ പാചകം കഴിഞ്ഞു വരുന്ന പാത്രങ്ങൾ കഴുകുക, ആ വീട്ടിലെ മറ്റു പണികൾ എടുക്കുക, ഒരു വേലക്കാരിയുടെ റോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളത് ചെയ്യാൻ തയ്യാറായി. പക്ഷേ ഈ മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് അവൾ പരാതി കൊടുക്കുന്നത്. ആ പരാതി പിൻവലിക്കുകയും അവർ ഒന്നിച്ച് ജീവിക്കുകയും ആ ജീവിതത്തിനിടയിലാണ് രണ്ടാമത്തെ മകനുണ്ടാകുന്നത്. അപ്പോൾ ഗാർഹിക പീഡന പരാതി ഇന്ന് നിലവിലില്ല എന്നിട്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഗാർഹിക പീഡന പരാതി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പോക്സോ പരാതി കൊടുത്തു. എന്താണ് അതിലെ വസ്തുത? വ്യാജ പരാതി കൊടുത്തു, പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തള്ളിക്കളഞ്ഞ പരാതി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അവൾ കൊടുത്ത പരാതിയിൽ പയ്യന്നൂർ പോലീസ് വേണ്ട രീതിയിൽ ഇടപെടാതിരുന്നപ്പോൾ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് കുട്ടിയുടെ മൊഴിയുണ്ട്,
മാത്രമല്ല അവൾ പരാതി കൊടുക്കുന്ന ഒരാൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതാ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പോലീസും, എന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ, ഒരു പോലീസും അത് കേട്ടാൽ ഉടനെ പോക്സോ പരാതിയൊന്നും രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ചെയ്യാറില്ല. അവളോടൊപ്പം അവരുടെ മാതാവും പിതാവും ഒക്കെ ഒന്നിച്ച് ഈ കുട്ടി സ്ഥിരമായി ഭർത്തൃപിതാവിനോടൊപ്പമാണ് ഉറങ്ങുന്നത്. ആരൊക്കെയോ വലിയ രീതിയിൽ അതായത് ഇവരെ വിശുദ്ധരാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. മാറത്ത് കിടത്തി ഇറക്കിയ അപ്പൂപ്പനെതിരെ ഇവൾ വ്യാജ പരാതി കൊടുത്തു എന്ന്. അതിന്റെ ഇവളുടെ അവിടുത്തെ അവസ്ഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവളുടെ ഭർത്താവിന്റെ അമ്മ അനിയന്റെ ഭാര്യയുടെ കുട്ടിയെ നോക്കുന്നതിനായി ഗൾഫിൽ പോയ സമയത്താണ് ഇവളുടെ സ്വന്തം കുഞ്ഞ് എന്ന രീതിയിൽ ഒന്ന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തിടപഴകാനോ പറ്റിയത് എന്നാണ് പറയുന്നത്. അത്രമാത്രം നമുക്കറിയാം, ഇന്ന് പല കുടുംബങ്ങളിലും അത് സംഭവിക്കാറുണ്ട്. മക്കളെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെ വളരെ സേഫായിട്ട് എന്ന രീതിയിൽ വളർത്തുകയും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഈ കുട്ടിയും ഇവളുടെ അച്ചമ്മയാണ് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ അവർ പോയി കഴിഞ്ഞ് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് അവൾക്ക് ബോധ്യപ്പെട്ടു ഈ കുട്ടിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. കുട്ടിക്ക് പലതരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യങ്ങൾ. അവളത് ഈ പറയുന്ന ഭർത്താവിനെ, കലാധരനെ അത് മനസ്സിലാക്കിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും അവളുടെ വാക്കുകൾ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അവൾ ഡോക്ടറെ സമീപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവളുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് അസ്വസ്ഥതകൾ കാണിക്കുന്നത്? അപ്പോൾ ഡോക്ടറുടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ, പയ്യന്നൂരിലെ പ്രൈവറ്റ് ആശുപത്രിയിൽ കാണിക്കുമ്പോൾ ഡോക്ടർക്ക് ഈ കാര്യത്തിൽ ഞാനല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ്. ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇത് പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് അവിടെ എത്തി ഇവളുടെ അമ്മയെയും സഹോദരനെയും വിളിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ സമയത്തൊന്നും അവൾക്ക് സ്വന്തം വീടുമായിട്ട് വലിയ ബന്ധമില്ല, അവൾ ഭർത്തൃ വീട്ടിൽ തന്നെയാണ്. അതിനെ തുടർന്നാണ് പോക്സോ കേസ് വരുന്നതും അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും. ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആ പോക്സോ കേസൊന്നും നിലവിലില്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിയെയും കൂട്ടി കുടുംബക്കോടതിയുടെ വിധി വരുന്നത് ഈ മക്കളെ ഒരിക്കലും ഇനിയും കലാധരന്റെ വീട്ടിലേക്ക് അയക്കരുത് എന്ന്. കുടുംബക്കോടതി വെറുതെ അങ്ങ് പറയല്ല, കുടുംബക്കോടതി രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ച് എടുക്കുന്ന തീരുമാനമാണ്. ആദ്യം എടുത്ത തീരുമാനം ആഴ്ചയിൽ 2 ദിവസം കുട്ടിയെ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, 2 കുട്ടികളുടെയും കൊണ്ടുപോകാം. പക്ഷേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ ഭർത്താവിന്റെ അച്ഛൻ, അതായത് ഇപ്പോൾ പോക്സോ കേസിൽ കുറ്റാരോപിതനായ അയാൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന്. അത് കോടതി ഉത്തരവാണ്. അതുകൊണ്ടാണ് വാടക വീട്ടിലേക്ക് പോയത്. അത് നിരന്തരമായി ലംഘിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നൊരു വാസ്തവം. കോടതിയിൽ നിന്ന് കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് വിടരുത് എന്ന ഉത്തരവ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉത്തരവ് വാങ്ങുന്ന സമയത്ത് അവർ രണ്ടാളും, കുട്ടികളുടെ അച്ഛനും അമ്മയും കോടതിയിലുണ്ട്. ആ ഉത്തരവ് കലാധരൻ കൈപ്പറ്റുമ്പോൾ അയാൾക്ക് ബോധ്യമുണ്ട് ഇനി മക്കളെ ഈ രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. നയൻതാര തന്നെ സമ്മതിക്കുന്നുണ്ട് കുട്ടികൾക്ക് തന്നെക്കാൾ ഇഷ്ടം അച്ഛനോടായിരുന്നുവെന്ന്. സാധാരണ എല്ലാ കുഞ്ഞുമക്കൾക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയോടായിരിക്കാം, ചിലപ്പോൾ അച്ഛനോടായിരിക്കാം. അതുപോലെ അച്ഛന്റെ സ്നേഹം വളരെ വളരെ സ്നേഹപൂർവമായ അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ കോടതിക്ക് അങ്ങനെ വിധിക്കേണ്ടി വരുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇനി പുറത്തറിയാത്ത മറ്റൊരു, അല്ലെങ്കിൽ പുറത്ത് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാത്ത മറ്റൊന്നു കൂടിയുണ്ട്. കുട്ടിയെ അമ്മയുടെ കസ്റ്റഡിയിൽ കൊടുക്കുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം മറ്റൊരു വാർത്ത കൂടി കലാധരൻ അറിയുന്നുണ്ട്. അതായത് അച്ഛനെതിരായിട്ട് വന്നിട്ടുള്ള പോക്സോ പരാതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട് എന്ന്. വ്യാജ പരാതിയിൽ കുറ്റപത്രം തയ്യാറാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പോക്സോയിൽ. അതുമാത്രമല്ല, ഈ നയൻതാര ഒറ്റയ്ക്കാണ് പോരാടുന്നത്. നിയമയുദ്ധം, അവൾ നിയമത്തിന്റെ വഴിക്കേ പോയിട്ടുള്ളൂ. അവൾ നിയമയുദ്ധം നടന്നത് ഒറ്റയ്ക്കാണ്. അവൾക്ക് പിന്തുണാ സംവിധാനങ്ങളൊന്നുമില്ല. എന്നിട്ടും ആ കേസിൽ ഈ രീതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ടെങ്കിൽ നാളെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഈ മകനറിയാം. ആ വിചാരണയെ ഭയന്നിട്ടാവാം ഒരുപക്ഷെ ഈ കൊലപാതകവും ആത്മഹത്യയും. ഒരു പക്ഷേ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം മരിച്ചുപോയവർ സത്യം പറയാൻ തിരിച്ചു വരില്ല. അങ്ങനെ വിധിയുണ്ടായിട്ടും കുട്ടിയെ കൂട്ടിപ്പോകുന്നു, 2 ദിവസം താമസിപ്പിക്കുന്നു. തിങ്കളാഴ്ച കുട്ടിയെ സ്കൂളിലയക്കും, അവിടെ വന്ന് കൂട്ടണം എന്ന് കലാധരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശത്രുതാപരമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊന്നുമല്ല. അവർ തമ്മിൽ ഫോണിലൂടെ മെസ്സേജുകൾ അയക്കുകയും കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും കുട്ടികളെ കാണാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അന്നേ ദിവസം രാവിലെ വളരെ ആസൂത്രിതമായി കുട്ടിയുടെ ആധാർ എടുക്കാനെന്നോ അതേപോലെ എന്തോ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടിയെ കൂട്ടി പോവുകയാണ്.
കുട്ടിയെ കൂട്ടി പോകുന്നു. വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടിയെ മകളെ കൂട്ടാൻ പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ മകൾ അന്ന് സ്കൂളിൽ എത്തിയില്ല എന്ന് അവളുടെ ആ സ്കൂളിലേക്ക് വിളിച്ചറിയുന്നു. അതിനുശേഷം ഈ കലാധരനെ ഫോൺ ചെയ്യുന്നു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ സമയം നമ്മൾ ഈ കേൾക്കുന്നത് പോലെ അവൾ പോലീസിനെ കുട്ടിയെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് പോലീസിനെ അറിയിച്ചു. പോലീസ് പോയിട്ട് ഇയാളെ മാനസികമായി പീഡിപ്പിച്ചു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വേറെ ചില വസ്തുതകളുണ്ട്. അവൾ പോലീസിലേക്കല്ല പോയത്. അവള് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്കുമല്ല, അവള് ഓടിപ്പോയത് മങ്ങാട് റൂറൽ SP ഓഫീസിലേക്കാണ് അവൾ പോയത്. അവിടെ പോയി അവൾ പറയാണ് രാവിലെ മകനെ കൊണ്ടുപോയി മകളെ സ്കൂളിൽ അയച്ചിട്ട് അവിടെ എത്തിയില്ല എന്നറിയുന്നു. അങ്ങനെ പോലീസ് പയ്യന്നൂർ പോലീസിലേക്ക് വിവരം അറിയിക്കുകയോ അവിടെ നിന്ന് പിങ്ക് പോലീസ് വീട്ടിൽ പോയി അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വസ്തുതകളൊക്കെ അന്വേഷിച്ച് അറിയേണ്ടത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അവർ ആ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ പോലീസിനോടോ അല്ലെങ്കിൽ അവളുടെ കേസ് എന്താണ് എന്ന് അന്വേഷിക്കുകയൊന്നും ചെയ്യാതാണ് ഈ വ്യാജ കഥകൾ അവരും പടച്ചുവിട്ടത്. അതിനുശേഷമാണ് മരണവാർത്ത വരുന്നതും ഒക്കെ. അതിനിടയിൽ പല ഈ പോലീസ് പോയിട്ട് നിരന്തരം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ, അതൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്ന് അന്വേഷിക്കാതെയാണ് ഇത്തരം കഥകൾ എഴുതുന്നത്. അയാൾക്കറിയാമായിരുന്നു ഈ പോക്സോ കേസിൽ തന്റെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന്. തന്റെ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരച്ഛൻ തന്റെ മക്കളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കുടുംബ കോടതിയിൽ നിന്ന് അത്തരമൊരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേൽക്കോടതിയിൽ പോകാം, ആ വിധി മാറ്റാം. അവർ ഒരുപക്ഷെ ഒന്നിച്ച് വേറെ താമസിക്കാൻ തയ്യാറായാൽ കുട്ടിക്കും അവരോടൊപ്പം താമസിക്കാം. കാരണം ഗാർഹിക പീഡന പരാതി നിലവിലില്ല. ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും നിരന്തരമായി ഇവളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അവൾക്കും നഷ്ടപ്പെട്ടത് തന്റെ 2 പിഞ്ചു മക്കളെയാണ്. ആ മക്കളോട് സ്നേഹമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മക്കളെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ അവളെന്തിന് കുടുംബ കോടതിയിൽ പോയി കുട്ടികളെ കിട്ടാൻ ആവശ്യപ്പെടണം? അവള് ഭക്ഷണം കൊടുത്തില്ല, വസ്ത്രം കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന എന്തർത്ഥത്തിലാണ്? ചില സമയം ഇത്തരം കേസുകളിൽ കുട്ടികളുടെ ചെലവിന് അയാളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾ പറയും ഭക്ഷണമൊന്നും കൊടുക്കാൻ നിങ്ങൾ തന്നോ എന്ന് ചോദിക്കും. ഇനി അതല്ല, അവളുടെ ജീവിത സാഹചര്യത്തിൽ അവളുടെ കുടുംബത്തിന്റെ സാഹചര്യത്തിൽ ഈ പറയുന്ന കലാധരന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് പോലെ അവിടെ ഒരു പാചകക്കാരൻ എന്നുള്ള നിലയിൽ പലതരം ഭക്ഷണങ്ങൾ, വിഭവസമൃദ്ധമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. ആ രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാനുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ വസ്ത്രം, ആവശ്യത്തിന് വസ്ത്രവും അവിടെ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുത്താലും ഒരുപക്ഷെ അയാൾ കൊടുക്കുന്നത് പോലെ കൊടുക്കാനുണ്ടാവില്ലായിരിക്കാം. അപ്പൊ ആ വീട്ടിൽ ഭക്ഷണമില്ല, അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്, കുട്ടിക്ക് വസ്ത്രം ഉണ്ടായിട്ടില്ല, കുട്ടി വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചത് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന ഒരമ്മ, നെഞ്ചു നീറി ഉമിത്തി പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ തന്റെ സത്യം ആരോട് പറയും അറിയാതെ വിങ്ങുന്ന ഒരമ്മ ഹൃദയവും അവിടെയുണ്ട്. നിയമത്തിന്റെ മുന്നിൽ അവളുടെ ശരികൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ നിയമപരമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കേസിൽ കുറ്റപത്രം നൽകപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നടക്കും. അല്ലാതെ അവൾ വ്യാജ പരാതി കൊടുത്തു, അയാളെ മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ഒരു അച്ഛൻ തന്റെ മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു അച്ഛന് വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി തന്റെ മക്കൾക്ക് വിഷം കൊടുത്തു കൊല്ലാൻ കഴിയുമോ? ഇനി മറ്റൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തിനാണ് കലാധരന്റെ അമ്മ ആത്മഹത്യ ചെയ്തത്? അവിടെയാണ് പോക്സോ കേസിലെ കുറ്റപത്രവും ഒക്കെ ഒരുപക്ഷെ അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കാം. എന്തായാലും എന്തുകൊണ്ട് എന്ന് പറയാൻ അവരൊന്നും ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പോലും സാഹചര്യ തെളിവുകളും മറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയുമായിരിക്കും, ഒരുപക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞെന്നും വരില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഈ വിചാരണ ഒരു സ്ത്രീയെ എത്രമാത്രം മാനസികമായി തകർത്ത് കളയും എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഈ അക്രമം നിയമവിരുദ്ധമാണ്. ഒരു സ്ത്രീയെ വസ്തുതാവിരുദ്ധമായി ആക്ഷേപിക്കുന്നതും അവരെ അവഹേളിക്കുന്നതും അവരെ കുറ്റക്കാരിയാക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ്. നിയമപരമായി തന്നെ ഒരുപക്ഷെ അതിനെയും നേരിടേണ്ടി വരും. ദയവ് ചെയ്ത് ഒരു സ്ത്രീയെ ഈ രീതിയിൽ ക്രൂരമായി അപമാനിക്കുകയും വീണ്ടും വീണ്ടും മാനസികമായി തകർത്ത് കളയുകയും ചെയ്യരുത്. ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ രണ്ട് പക്ഷം പിടിച്ചുകൊണ്ട് അവൾക്ക് അനുകൂലമായി പ്രതികരിക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ശരികൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ ഇപ്പുറം മറ്റൊരു ശരിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് എന്നതുകൂടി ഓർക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏതാണ് സത്യാവസ്ഥ? എന്തായാലും
സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്തിൻ്റെ പേരിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊന്ന് ജീവനൊടുക്കിയ പ്രക്രിയയോട് നമ്മൾ യോജിക്കില്ല. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് ആ പിതാവ് ഇല്ലാതാക്കിയത്. ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയും അവരൊക്കെ തീരുമാനിക്കട്ടെ. ഇതൊക്കെ കേട്ടിട്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്?